നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് നല്ല ഹ്യൂജ് എമൗണ്ട് മന്ത്ലി സാലറി ആയിട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ സൈറ്റിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. കുഞ്ഞു കുഞ്ഞു പിള്ളേരെ ക്ലാസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു എമൗണ്ട് മന്ത്ലി സാലറി ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ 25 മിനിറ്റ്സ് മാത്രം വർക്ക് ചെയ്താൽ മതി. ആ 25 മിനിറ്റ്സ് എപ്പോൾ വേണമെന്ന് നമുക്ക് ഷെഡ്യൂൾ തീരുമാനിക്കാവുന്നതാണ്. ആ 25 മിനിറ്റ്സ് എപ്പോൾ വേണമെന്ന് നമുക്ക് ഷെഡ്യൂൾ തീരുമാനിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഒരു ദിവസം നമ്മൾ എത്ര ക്ലാസ് എടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. അപ്പം സൈറ്റ് ഏതാണ്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ഇതിൽ ഏൺ ചെയ്യാൻ പറ്റും എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് vipkids.com എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത, നമ്മളിവിടെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. നമുക്ക് തീരുമാനിക്കാം എത്ര സമയം പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്താൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പോൾ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ടീച്ച് ഇംഗ്ലീഷ് ഓൺലൈൻ ഏൺ $14 to $22 ഓൺ ഹവേഴ്സ് ഫ്രം കംഫർട്ട് ഓഫ് ഹോം. നമ്മുടെ വീട്ടിൽ ഇത് കംഫർട്ട് അനുസരിച്ച് നമുക്ക് 1 മണിക്കൂറിൽ $14 തൊട്ട് $22 വരെ നമുക്ക് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സൈനപ്പിൻ്റെ പ്രൊസീജിയറാണ് അവർ ആദ്യമേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഇവിടെ 3 ഡോർ ലൈനും കിടക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിക്വയർമെൻറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് വേണം, എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് വരുന്നത് ടീച്ചിങ്ങിൽ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ടീച്ചിങ്, പിന്നെ നമ്മൾ ട്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതാണേലും മതി. അതല്ലെങ്കിൽ അംഗനവാടിയിൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണേലും മതി. പക്ഷേ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഇയർ എന്ന് വെച്ചാൽ ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക്, ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഹവേഴ്സ്, നമുക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്യാം. 25 മിനിറ്റ്സ് ക്ലാസ്സാണുള്ളത്. അപ്പോൾ ഈച്ച് ക്ലാസ് ഈസ് 25 മിനിറ്റ്സ് ഫോർ ആക്റ്റീവ് ടീച്ചിങ് ടൈം. അപ്പം 25 മിനിറ്റ്സേ ഉള്ളൂ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അതൊരു നമ്മളതിൽ കൃത്യസമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ 25 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് നമുക്ക് സ്വന്തമായിട്ട് ഷെഡ്യൂൾ ചെയ്യും. ഏത് സമയത്ത് വേണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. പിന്നുള്ളത് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ്. ഗെറ്റ് പെയ്ഡ് പെർ ക്ലാസ് നമുക്ക് കിട്ടുക ഓരോ ക്ലാസ്സിനും അനുസരിച്ചാണ്. നമ്മൾ ഒരു ദിവസം എത്ര ക്ലാസ് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. ബേസിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിനാണെങ്കിൽ $7 തൊട്ട് $9 വരെയാണ് കിട്ടുക. 25 മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ $7 തൊട്ട് $9 ഒരു ക്ലാസ് നമ്മൾ എടുത്താൽ കിട്ടുക. അതുപോലെ തന്നെ 18 ഹവേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം 18 ഹവേഴ്സ് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് എത്ര ഡോളർ കിട്ടും, $14 കിട്ടും. കൂടെ നമുക്ക് ഇൻസ്റ്റൻസീവ് കിട്ടുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് 14 തൊട്ട് $22 അവർ അഡീഷണലായിട്ട് ബോണസ് പോലെ തരിക. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ സൈനപ്പിൽ കൊടുത്ത് മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞെന്നെങ്കിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഗൂഗിളിലും ട്രസ്റ്റ് പാലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.